ഹോട്ടലിൽ ചെന്ന് ഇനി ഓംലെറ്റോ ഒന്നും ഓർഡർ ചെയ്യാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സാമ്പാറും അവിയലും കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഹീനമായ പച്ചക്കറി രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. ഇന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള മാംസം പശുവിന്റെ മാംസവും അതുപോലെ തന്നെ ആടിന്റെ മാംസവുമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള മാംസം പശുവിനെ കൊണ്ടുവരൂ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പശുവിന്റെ മാംസമാണ്. പശുവിന്റെ മാംസവും കഴിച്ച് ഇഷ്ടംപോലെ കള്ളും കുടിച്ച് മീശയിൽ നിന്ന് കള്ളും തുടച്ച് നടക്കുന്ന ഇന്ദ്രനെ പറ്റിയുള്ള വിവരണങ്ങൾ ഋഗ്വേദത്തിൽ കാണാം. പശുവിനെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ചാണ് നേരത്തെ തല്ലിക്കൊന്നിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ഒരു മുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ പശു ആയിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറി? കോഴിമുട്ടയായി മാറി. കേരളത്തിൽ പോലും ഒരു പുരോഗമനപരമായ മീറ്റിംഗ് ആണ് കൂടുന്നതെങ്കിൽ ഇറച്ചിയും മീനുമുള്ളൊരു സദ്യ ഉണ്ടാവുമോ? ഇല്ല. പേടിയാ. നമുക്കത് ചെയ്യാൻ കഴിയില്ല. ഇറച്ചി വിളമ്പണമെങ്കിൽ നമ്മൾ കിടുകിടാ വിറയ്ക്കും. പശു ഒരു സംഗിണിയെ കുത്തി അവർ പരിക്കേറ്റ് ആശുപത്രിയിലായി എന്ന വാർത്ത വന്നു. സത്യത്തിൽ പശു കുത്തിയാൽ അത് വലിയ സൗഭാഗ്യമായിട്ട് കരുതുക വേണ്ടത്. ആശുപത്രിയിൽ പോകാതെ ഗോമൂത്രവും ചാണകവും കുടിച്ച് വീട്ടിൽ ഇരിക്കേണ്ട സ്ത്രീ എന്തിനാ ആശുപത്രിയിൽ പോയത്? അവർ ആശുപത്രിയിൽ പോകാൻ പാടില്ല. യോഗി ആദിത്യനാഥ് പങ്കെടുത്ത പരിപാടിയിൽ പശു അദ്ദേഹത്തെ കുത്താൻ ഓടിച്ചു എന്നാ പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം ഓടാൻ പാടില്ലായിരുന്നു. സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയായിരുന്നു വേണ്ടത്. ആദരണീയനായ അധ്യക്ഷൻ കുഞ്ഞാമു മാഷ്, സ്വാഗതം ആശംസിച്ച KM റഷീദ്, മഹത്തായി പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട MLA VT ബൽറാം, പുസ്തകം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ തുടർന്ന് സംസാരിക്കുന്ന പ്രിയങ്കരനായ ഷിനാസ് മാഷ്, മനോജ് മാഷ്, ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും ആദരണീയനായ രാഷ്ട്രീയ പ്രവർത്തകനും ഭാരതത്തിൽ പൊതുസമൂഹത്തിന് നിശിതമായ ഒരു വിമർശനം പങ്കുവെച്ചുകൊണ്ട് മലയാളിക്ക് ഒരു പുസ്തകം സമ്മാനിച്ച ഏറെ ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ, ഇവിടെ കൂടിയിരിക്കുന്ന ഈ പുസ്തക പ്രകാശനത്തിന് സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ എൻ്റെ ആത്മസഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മുനീർ സാർ എഴുതിയ ഈ പശുദേശീയതയുടെ ആദ്യ വായനക്കാരിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു വിശേഷണം ഇതിന് വളരെയധികം അർഹമാണ്. ആ വിശേഷണം എന്ന് പറയുന്നത് പശുദേശീയതയിൽ നിന്നും ജനാധിപത്യ ഇന്ത്യയെ വിമോചിപ്പിക്കുന്ന പുസ്തകമാണ് മുനീർ സാറിൻ്റെ ഈ പുസ്തകമെന്ന ഒറ്റ വാക്കിൽ പറയാം. കാരണം നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പല ആളുകളും ചില കാര്യങ്ങൾ പറയാൻ മടിക്കുന്ന ഒരു കാലത്ത് അത്തരം കാര്യങ്ങൾ നിശ്ചിതമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുവാനും പൊതുസമൂഹത്തിന് ചിന്തയ്ക്കും വിവേകത്തിനും വിവേചനത്തിനുമായി വിവേചിച്ചറിയുന്നതിനും വേണ്ടി പൊതുസമൂഹത്തിലേക്ക് ഒരു വലിയ പുസ്തകം അദ്ദേഹം നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ധാരാളം നിയമസഭാ സാമാജികന്മാരുണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിട്ടുണ്ട്, അതിൽ പലരും എഴുത്തുകാരായിട്ടുള്ളവരുണ്ട്, ധാരാളം പഠിതാക്കളായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മുനീർ സാറിൻ്റെ ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് ഗവേഷണാത്മകമായ രീതിശാസ്ത്രം ഈ പുസ്തകത്തിൽ ഉടനീളം തുടരുന്നു എന്നുള്ളതാണ്. അതിമനോഹരമായ ഒരു ഗവേഷണ ശൈലി ഇതിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കാളിദാസന്റെ രഘുവംശത്തിനും അതുപോലെ തന്നെ മറ്റ് കൃതികൾക്കുമൊക്കെ വ്യാഖ്യാനം എഴുതിയ മല്ലിനാഥൻ അദ്ദേഹത്തിൻ്റെ കുമാരസംഭവത്തിൻ്റെ ആമുഖത്തിലൊരു വാക്യം എഴുതുന്നുണ്ട്. ആ വാക്യം ഇതാണ്: നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്ചത്. ഞാൻ തെളിവില്ലാതെ ഒന്നും പറയില്ല, കാര്യകാരണ യുക്തിയുടെ വെളിച്ചത്തിലായിരിക്കും ഞാൻ എല്ലാം അവതരിപ്പിക്കുക എന്ന് കാളിദാസന്റെ സംസ്കൃത കൃതികൾക്ക് വ്യാഖ്യാനം എഴുതുന്ന അവസരത്തിൽ മല്ലിനാഥൻ എഴുതുന്നുണ്ട്. ഇത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം മുനീർ സാറിൻ്റെ ഈ പുസ്തകം ഏത് കാര്യങ്ങൾ പറയുമ്പോൾ പോലും വളരെ ആധികാരികമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇപ്പോൾ വേദകാലം മുതൽ പുരാണ ഇതിഹാസ കാലം വരെയുള്ള മാംസഭക്ഷണത്തെ സംബന്ധിച്ചും ഭക്ഷണത്തെ സംബന്ധിച്ച് പശുക്കളെ ഭക്ഷണമാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ പരമാവധി ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃത്യം
നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ ഒരു അപൂർവമായ ഗവേഷണ സംബന്ധിയായ ഒരു പുസ്തകമാണ് ഈ പശുദേശീയത എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷാശൈലിയാണ്. ആർക്കും വായിച്ച് മനസ്സിലാക്കാം. വലിയ ദാർശനികമായ മൂടുപടവുകളൊന്നും ഇല്ലാതെ തന്നെ, വലിയ ജാർഗണുകളൊന്നും ഇല്ലാതെ തന്നെ, സൈദ്ധാന്തികമായിട്ടുള്ള കൊട്ടിഘോഷിക്കലുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ ലളിതമായി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് പോലും സംവദിക്കുന്ന ഒരു പുസ്തകമാണ് പശുദേശീയത. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് സംവദിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പോലും സംവദിക്കുന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ പശുദേശീയത. അത് പറയാൻ കാരണം, ഒരു പുസ്തകം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്ന ഒന്നായിരിക്കണം. അല്ലാതെ ചില ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുകയും മറ്റു ചിലർക്ക് മനസ്സിലാകാതെ പോകുന്ന വലിയ സൈദ്ധാന്തിക മലയാളത്തിൽ എഴുതുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ സുഗ്രാഹ്യമായ വിധം എഴുതിയിരിക്കുന്നു എന്നുള്ളത് മുനീർ സാറിൻ്റെ പല പുസ്തകങ്ങൾക്കുമുള്ള പ്രത്യേകതയാണ്. അത് വളരെ കുറെ കൂടി മനോഹരമായി ഈ പുസ്തകത്തിലും അത്തരം ഒരു ഭാഷാശൈലിയും ലളിതമായ ആവിഷ്കാരവും ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന് 6 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകം തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ആ 6 ഭാഗങ്ങളിൽ ആൾക്കൂട്ട കൊലകളെ സംബന്ധിച്ചൊരു അധ്യായം തന്നെയുണ്ട്. പശുദേശീയത എങ്ങനെയാണ് ആൾക്കൂട്ട കൊലയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി മാറിത്തീരുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. 1-ാമത്തെ ഭാഗത്തിൽ വേദം, ഇതിഹാസം, സ്മൃതി, പുരാണങ്ങൾ, അതുപോലെ തന്നെ ബൗദ്ധ സാഹിത്യമൊക്കെ മുൻനിർത്തി വളരെ വിപുലമായ രീതിയിൽ ഈ ഗോമാംസ ഭക്ഷണത്തെയും മറ്റിതര ഭക്ഷണക്രമങ്ങളെയും ഒക്കെ ഉള്ള മുൻനിർത്തിയുള്ള ആലോചനകൾ ആണ് 1-ാം ഭാഗത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്ത് വിവേകാനന്ദൻ, നെഹ്റു, ഗാന്ധി, സവർക്കർ, ഗോൾവാക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പശുവിനെ സംബന്ധിച്ച്, പശു മാംസത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ഗോവധ നിരോധനത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ഗോഹത്യയെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് 2-ാം ഭാഗത്ത്. 3-ാം ഭാഗത്ത് പശു രാഷ്ട്രീയമാണ്. അത് ഗീതാപ്രസിൻ്റെ ഉൽപ്പത്തിയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായി വരുന്ന പശുരാഷ്ട്രീയവും ഒക്കെ തന്നെ ഇതിൻ്റെ 3-ാം ഭാഗത്ത് വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് മോദി ദശകമെന്നാണ്. ഈ മോദി ദശകത്തിൽ എന്തൊക്കെ വിവാദങ്ങളും പശുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും സമഗ്രമായി ഈ 3-ാം ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. 4-ാം ഭാഗത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പശുരാഷ്ട്രീയം എങ്ങനെയാണ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും കൊല്ലുന്നതിനുള്ള ഒരായുധമായി പരിണമിച്ചെത്തിയിരിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൻ്റെ 4-ാം ഭാഗത്തിൽ സമഗ്രമായി വിശദീകരിക്കുന്നു. 5-ാം ഭാഗത്ത് ഇതിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായ വിവക്ഷകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം ഭാഗത്ത് അനുബന്ധത്തിൽ ഗോവധ നിരോധനം ഭരണഘടനാ അസംബ്ലിയിൽ സമഗ്രമായിട്ട് ആ രേഖകൾ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ DN ഝായുടെ പുസ്തകത്തിന് ശേഷം, DN ഝായുടെ പുസ്തകം മലയാളത്തിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിന്, ആ പുസ്തകം ഇംഗ്ലീഷിലാണ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമുക്ക് ലഭ്യമായൊരു പുസ്തകമാണ്. ഇത് സംബന്ധിയായിട്ട് നമ്മൾ കാഞ്ച എലയ്യയുടെ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം സമഗ്രമായ ഒരു പഠനം ആണ് യഥാർത്ഥത്തിൽ മുനീർ സാറിൻ്റെ ഈ പുസ്തകം എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ രാജ്യം അതിഭീകരമായ രീതിയിൽ പശുദേശീയത അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ ഒരു വിവാഹം നടന്നു. അവിടെ ആ വിവാഹത്തിൽ ബീഫ് വിളമ്പിയതിൻ്റെ പേരിൽ കല്യാണ ചെറുക്കനെ അറസ്റ്റ് ചെയ്തു, കല്യാണ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു, കല്യാണ പെണ്ണിനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ബംഗാളിലുണ്ടായി. ബംഗാളിൽ അവിടെ ഉച്ചഭക്ഷണത്തിൽ വെജിറ്റേറിയൻ ഇസ്കോണിനെ ഏൽപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി വെജിറ്റേറിയൻ ഭക്ഷണക്രമം ഇപ്പോൾ ബംഗാൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കോഴിമുട്ട ഭക്ഷണത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ ഇനിയും സംഭവിക്കുന്നത്
പശുവിനെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ചാണ് നേരത്തെ തല്ലിക്കൊന്നിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ഒരു മുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ പശു ആയിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറി? കോഴിമുട്ടയായി മാറി. അപ്പൊ കോഴിയെ കൈവച്ചാൽ മാത്രമല്ല, കോഴിമുട്ട കൈവച്ചാൽ പോലും തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹോട്ടലിൽ ചെന്ന് ഇനി ഓംലെറ്റോ ഒന്നും ഓർഡർ ചെയ്യാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സാമ്പാറും അവിയലും കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഹീനമായ പച്ചക്കറി രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ ഈ വേദ ഇതിഹാസ പുരാണ പാഠങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാൽ അറിയാം, ആ പുരാണ ഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ തന്നെ എല്ലാവരും അല്ലെങ്കിൽ ആര്യന്മാർ എന്നറിയപ്പെടുന്നവർ പച്ചക്കറി കഴിച്ചിട്ടാണോ ജീവിച്ചിരുന്നത്? ഒന്നുമല്ല. അങ്ങനെ വിപുലമായ പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഋഗ്വേദത്തിലില്ല. കാരണം പശുപാലന വ്യവസ്ഥയുമായി നടന്നിരുന്ന ആര്യന്മാർ അവരുടെ ജീവിതാനുഷ്ഠാനങ്ങളിൽ വിപുലമായ കൃഷിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഋഗ്വേദത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതിനു മുമ്പ് രചിക്കപ്പെടുന്ന ബൃഹദാരണ്യോപനിഷത്ത്, ഏറ്റവും പ്രാചീനമായ ഉപനിഷത്തുകളിലൊന്നാണ് ബൃഹദാരണ്യോപനിഷത്ത്. ആ ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു പരാമർശമുണ്ട്. അതിങ്ങനെയാണ്: അധയൈച്ഛേത് പുത്രോ മേ പണ്ഡിതോ വിഗീതഃ സമിതിംഗമഃ ശുശ്രൂഷിതാം വാചം ഭാഷിത ജായേത സർവാത് വേദാൻ അനുബ്രുവീത സർവമായുരുതിഥി മാംസൗദനം പാചയിത്വാ സർപ്പിഷ്മന്തമശ്നീയാതമീശ്വരൗ ജനയിതാവ ഔക്ഷേണ വാർഷഭേണവാ എന്ന് ബൃഹദാരണ്യോപനിഷത്ത് 6-ാം അധ്യായം 4:18 പറയും. അതായത് അനന്തരം തനിക്ക് പണ്ഡിതനും പ്രഖ്യാതനും പ്രഗത്ഭനും ശ്രവണസുഖപ്രദായമായ വാക്കിന് സംസാരിക്കുന്നവനും എല്ലാ വേദങ്ങളും പഠിച്ചവനും പൂർണ്ണായുസുമായ പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവൻ മാംസം ചേർത്ത് ചോറുണ്ടാക്കി വെച്ച് വെണ്ണയും ചേർത്ത് ഭാര്യയും ഭർത്താവും കൂടെ കഴിക്കണം എന്നാണ് ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നത്. അപ്പൊ നല്ല കുട്ടികളുണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നാണ് ബൃഹദാരണ്യോപനിഷത്ത് പറയുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ നല്ല മാംസം വെണ്ണയും ചേർത്ത് ചോറുണ്ണുക. ഞാനിതിനെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുണ്ടാകാൻ എല്ലാവരും കൂടെ മാംസം കഴിച്ച് വെണ്ണയും ചേർത്ത് കഴിച്ചാൽ മക്കളുണ്ടാകും എന്നുള്ള സിദ്ധാന്തം അവതരിപ്പിക്കാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം കടക്കുന്നുമില്ല. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബൃഹദാരണ്യോപനിഷത്തിന്റെ ഈ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്: മാംസമിശ്രമോദനം മാംസോദനം തൻ മാംസ നിയമാർത്ഥമാഹ ഔക്ഷേണവ മാംസേന ഉക്ഷാസേചന സമർത്ഥ പുങ്കവഃ തദീയം മാംസം ഋഷഭഃ തതോപ്യധികവയാ തദീയം ആർഷഭം മാംസം എന്ന് വളരെ വ്യക്തമായി ബൃഹദാരണ്യോപനിഷത്തിന്റെ ശാങ്കര ഭാഷ്യത്തിൽ പറയുന്നു. മാംസത്തോടു കൂടിയ ചോറാണ് മാംസച്ചോറ്, അല്ലെ ഓദനം. മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. ആ മാംസത്തിന്റെ നിയമത്തിനായി പറയുന്നു. 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ബൃഹദാരണ്യോപനിഷത്തിന്റെ ശാങ്കര ഭാഷ്യം. ഉക്ഷസംബന്ധിയായ മാംസം ചേർത്താവണം. ഉക്ഷമെന്നാൽ ഗർഭാധാന സംബന്ധിയായ പുങ്കവം. പുങ്കവം എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. അതിനേക്കാൾ വയസ്സ് കൂടിയതാണ് ഋഷഭം. അതിൻ്റെ മാംസമാണ് ആർഷഭ മാംസം എന്ന് വളരെ വ്യക്തമായ പരാമർശം കാണാം. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ മിക്കവാറും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ രാമായണം സീരിയലും ശ്രീകൃഷ്ണ പരമ്പരകളും ഒക്കെ കണ്ടിട്ട് മലയാളിയുടെ മനസ്സിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്ന മഹർഷിമാരുടെ രൂപമുള്ളത്, അത് യഥാർത്ഥത്തിൽ ഈ സീരിയലുകളുടെ ഒരു നിർമ്മിതിയാണ്. പക്ഷെ പുരാണങ്ങൾ പരിശോധിച്ചാൽ അത്തരം നിർമ്മിതികളൊന്നും നമുക്ക് കാണാനേ കഴിയില്ല. രാമൻ വനവാസത്തിനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ രാമനെ അന്വേഷിച്ച് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഭരതൻ എത്തുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ ഈ ഭരദ്വാജ മഹർഷിക്ക് കൊടുക്കാൻ കാപ്പി ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഒരു അതിഥി വന്ന കാപ്പിയാണല്ലോ കൊടുക്കുക, അല്ലെ ചായ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് പരിപ്പുവടയോ ഉഴുന്നുവടയോ ഉള്ളിവടയോ അങ്ങനെ എന്തൊക്കെ കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷെ അന്ന് തേയില ഉണ്ടായിരുന്നില്ല, കാരണം തേയില കൃഷി ആരംഭിച്ചിരുന്നില്ല. കലക്കി കൊടുക്കാൻ ടാങ്കോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ് കൊടുത്തത്? വാൽമീകി രാമായണം ആരണ്യകാണ്ഡത്തിൽ വളരെ വിശദമായി പറയും. വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നർത്ഥം. പന്നിയുടെ ഇറച്ചിയാണ് കൊടുത്തത്. ആടിൻ്റെ മാംസം, കുക്കുട എന്ന് പറഞ്ഞാൽ കോഴി, മൈരേയം, ചീത്ത പറഞ്ഞതല്ല കേട്ടോ, ഒരു സുരയുടെ പേര. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ടാണ് ആരെ സൽക്കരിച്ചത്? ഭരദ്വാജ മഹർഷി ഭരതനെ സൽക്കരിച്ചത്. അല്ലാതെ സാമ്പാർ അവിയലും തോരനും കാളനും ഒന്നുമല്ല.
കാരണം അതിനൊക്കെ ഈ സംഗതിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വിപുലമായ പച്ചക്കറി വേണം, എന്നാൽ മാത്രമേ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ തേടി നിങ്ങൾ കാട്ടിൽ ചെന്നാൽ വെണ്ടയ്ക്ക കിളി കൊണ്ടുപോകും അപ്പോഴേ തന്നെ, അതൊന്നും കഴിക്കാൻ പറ്റില്ല. ആകപ്പാടെ വാൽമീകി രാമായണത്തിൽ ഒരു പരാമർശമുള്ളത് വരിനെല്ലിനെ പറ്റിയുള്ള കൃഷിയുടെ പരാമർശമാണ്. വരിനെല്ല് കൃഷി ചെയ്താണെങ്കിൽ ഒരിക്കലും കാട്ടി കഴിയാൻ പറ്റത്തില്ല, കാരണം കൃഷി അതിജീവിക്കില്ല, ആ രംഗത്തേക്കൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് രാമായണത്തിൽ വളരെ രസകരമായൊരു കാര്യം, ഈ സീത ഒരു മാനിനെ കണ്ടിട്ട് അതിനെ പിടിച്ചോണ്ട് വരാൻ രാമനോട് പറയുന്നത് ഓമനിക്കാനല്ല, തിന്നാനും കൂടിയാ. അപ്പൊ ജടായു മരിച്ചു കഴിയുമ്പോൾ ജടായുവിനെ രാവണൻ കൊല്ലുകയാണല്ലോ കഥ. ഇതെല്ലാം പറയുമ്പോൾ ചരിത്രമാണ്, തെറ്റിദ്ധരിക്കരുത്, എല്ലാം കഥയാ. ഇതിനെ ചരിത്രമാക്കാനുള്ള ചില ശ്രമങ്ങളാണ് വർത്തമാനകാലത്ത് നടന്നു വരുന്നത്. എന്തായാലും ജടായു വധിക്കപ്പെട്ടു. ജടായുവിനെ ബലി കൊടുക്കുകയാണ് രാമന്റെയും ലക്ഷ്മണന്റെയും നേതൃത്വത്തിൽ. ഇന്ന് കേരളത്തിൽ കാണുന്നത് പോലെ കർക്കിടക മാസത്തിൽ വെള്ളം ചോറ് ഉരുള ഉരുട്ടി വെക്കുന്ന പരിപാടിയുടെ പേരല്ല ബലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രംഗവും നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ കഴിയില്ല. വാൽമീകി രാമായണത്തിൽ ചെയ്യുന്ന എന്താണ്, ജടായുവിന്റെ ശവം ദഹിപ്പിച്ചതിന് ശേഷം രാമനും ലക്ഷ്മണനും കൂടെ കാട്ടിൽ പോയി മാനിനെ പിടിച്ചുകൊണ്ട് വന്ന ഉരുള ഉരുട്ടി സമർപ്പിക്കുകയാണ്. അതായത് വേവിച്ച് ഉരുള ഉരുട്ടിയാണ് ബലി നൽകുന്നത് എന്ന് വളരെ വ്യക്തമായ പരാമർശം വാൽമീകി രാമായണത്തിലുണ്ട്. തന്നെയല്ല യാഗം എന്ന പേര് പറഞ്ഞ് എന്താണ് നടക്കുന്നത്? യാഗം, ഇന്നിപ്പോ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് തന്നെ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടന്നത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അവിടെ ഈ യാഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വെള്ളച്ചോറ് ഹോമിക്കുക, അല്ലെങ്കിൽ അത്തി ഇത്തി അരയാൽ വേരാൽ ഇല്ലി നെല്ലി കടലാടി മുതലായ ദ്രവ്യങ്ങൾ ഹോമിക്കുന്ന പരിപാടിയുടെ പേരായി ഇന്ന് യാഗം മാറി തീർന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അശ്വമേധ യാഗം എന്ന് പറഞ്ഞ് എന്തായിരുന്നു? അശ്വമേധ യാഗം എന്ന് പറയുന്നത് കുതിരയെ പിടിച്ചോണ്ട് വന്ന് ഹോമിക്കുന്ന പരിപാടിയുടെ പേരാണ് അശ്വമേധ യാഗം എന്ന് പറയുന്നത്. കുതിര ഹോമം, കുതിര മാംസം. ഇത് ഹോമിക്കുക മാത്രമല്ല, നമ്മൾ വിചാരിക്കും കുതിരയെ മൊത്തത്തിൽ അങ്ങ് ഹോമിക്കുമെന്ന്. അപ്പൊ ആ ബ്രാഹ്മണ പുരോഹിതന്മാർ ഇത് മൊത്തത്തിൽ ഹോമിക്കത്തില്ല, കാരണം തിന്നാൻ വേണ്ടേ. ഇപ്പൊ ഇവരെല്ലാം വെജിറ്റേറിയന്മാരായി, ഞങ്ങളെല്ലാം ശുദ്ധ വെജിറ്റേറിയന്മാരാണെന്നും പറഞ്ഞാണ് നടക്കുന്നത്. മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ എങ്ങനെയാണ് തൊട്ടുകൂടാത്തവരായി തീർന്നത് എന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ബ്രാഹ്മണർ വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞത് എന്ന് അംബേദ്കർ അന്വേഷിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ആ ഭാഗം മുഴുവൻ തന്നെ കോട്ട് ചെയ്യുകയും വിശദമായി അംബേദ്കറിന്റെ കൃതികളെ അപഗ്രഥിക്കുകയും ചെയ്തുകൊണ്ട് വർത്തമാന കാലത്തിലേക്ക് അതിന്റെ സാംസ്കാരികതയെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട് മുനീർ സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ അശ്വമേധ യാഗം എന്ന പേരിൽ നടക്കുന്നത് മുഴുവൻ എന്താണ്? ഈ മാംസഹോമമാണ്. ഹോമിക്കുക മാത്രമല്ല, ഇതൊക്കെ വേവിച്ച് തിന്നുന്ന രംഗവും വാൽമീകി രാമായണത്തിലുണ്ട്. ദശരഥൻ അശ്വമേധ യാഗത്തെ കാണുന്ന രംഗം വാൽമീകി രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. കുതിരയുടെ വെന്ത മാംസത്തിന്റെ മണം എന്നെ ലഹരി പിടിപ്പിക്കുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ ദശരഥൻ പറയുന്നത്. ഈസ്റ്റേണിന്റെ മസാല ചേർക്കാൻ അന്ന് ആ മസാല ഉണ്ടായിരുന്നില്ല, അന്ന് നിറപറ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ മസാല അവർ ചേർത്തിരുന്നു, അതുകൊണ്ടാണ് നല്ല മണം വരുന്നു എന്ന് ദശരഥൻ പറഞ്ഞില്ലേ. കുതിരയുടെ മാംസം എന്താ മാത്രം നല്ല മണം വരുത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മാംസം ചേർക്കണം. തന്നെയല്ല വാൽമീകി രാമായണത്തിൽ മറ്റൊരു രസകരമായ സംഭവം വർണ്ണിക്കുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ ആ ശ്ലോകങ്ങളെല്ലാം തന്നെ ഇതിൽ വന്ന് അണിനിരക്കുന്നുണ്ട്. എങ്കിലും ഈ സംഭാഷണത്തിൽ അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇപ്പോ രാമനും സീതയും കൂടി ഇങ്ങനെ വള്ളത്തിലിരിക്കുന്ന ഒരു രംഗം ഉണ്ട് വാൽമീകി രാമായണത്തിൽ. അപ്പോൾ സീതയോട് പ്രേമം തോന്നിയ രാമൻ സീതയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. ഇന്ന് കാമുകിക്ക് കാമുകനോട് അല്ലെങ്കിൽ തിരിച്ചും പ്രേമം തോന്നിയാൽ എന്ത് കൊടുക്കാം? ലഡു കൊടുക്കാം, ജിലേബി കൊടുക്കാം, ഡയറി മിൽക്ക് കൊടുക്കാം, ഐഫോണിന്റെ മൊബൈൽ മേടിച്ചു കൊടുക്കാം, പല പരിപാടികളാണ്. പക്ഷേ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആകെപ്പാടെ പുള്ളിയുടെ കൈ കൊടുക്കാൻ, രാമന്റെ കൈ കൊടുക്കാൻ എന്ത് മാത്രമേ ഉള്ളൂ? ചുട്ട മാംസം മാത്രമേ ഉള്ളൂ. ഇതാ നല്ല മുരിഞ്ഞ മാംസം, തിന്നു നോക്കൂ സീതയെ, രുചികരമായിട്ടില്ലേ? സീതാ മാംസേന ചന്തയൻ, സീതയെ മാംസം നൽകി രാമൻ സന്തോഷിപ്പിച്ചു എന്ന് വാൽമീകി രാമായണം രേഖപ്പെടുത്തും. പക്ഷേ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പ്രധാനപ്പെട്ട വ്യാഖ്യാതാക്കളിൽ ഒരാൾ ആദരണീയായ ഡോക്ടർ M ലീലാവതി ടീച്ചറാണ്. പക്ഷെ മാംസം എന്ന് വരുന്നതിൻ്റെ അടിയിലെല്ലാം ടീച്ചർ ടിപ്പണി കൊടുത്തിട്ടുണ്ട്. മാംസം എന്ന് പറഞ്ഞാൽ പരിപക്വമായ ഫലം എന്നാണ് ടീച്ചർ കൊടുത്തിരിക്കുന്ന അർത്ഥം. മാംസം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപക്വമായ ഫലം, മൂത്ത പഴത്തെയാണ് മാംസം എന്ന് പറയുന്നതെന്ന് ടീച്ചർ അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം ടീച്ചറിന്റെ രാമൻ മാംസം കഴിക്കുമെന്ന് ചിന്തിക്കാൻ ടീച്ചറിന് കഴിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം
ആ വ്യാഖ്യാനത്തിൽ നിന്നും എത്രയോ അകലെയാണ് എന്ന് ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഋഗ്വേദം ഏറ്റവും പ്രാചീനമായ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ ഇന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള മാംസം പശുവിൻ്റെ മാംസവും അതുപോലെ തന്നെ ആടിൻ്റെ മാംസവുമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള മാംസം പശുവിനെ കൊണ്ടുവരൂ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പശുവിൻ്റെ മാംസമാണ്. പശുവിൻ്റെ മാംസവും കഴിച്ച് ഇഷ്ടംപോലെ കള്ളും കുടിച്ച് മീശയിൽ നിന്ന് കള്ളും തുടച്ച് നടക്കുന്ന ഇന്ദ്രനെ പറ്റിയുള്ള വിവരണങ്ങൾ ഋഗ്വേദത്തിൽ കാണാം. എല്ലാം മാന്യന്മാരാണെന്ന് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വെറുതെയാ. ഇതായിരുന്നു പരിപാടി. ഇത് അംബേദ്കർ രാമനെ പറ്റി എഴുതുന്ന അദ്ദേഹത്തിൻ്റെ തീസീസിൽ ഇത് എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കടപ്പുവശം. ഇത് മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത എന്താണ് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുക്കളിലും ഗീതയിലുമൊക്കെ ഉൾപ്പെടെ മാംസഭക്ഷണത്തെ സംബന്ധിച്ച് ഒരു വിപുലമായ പരാമർശം ഇരിക്കെയാണ് ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ആരും സ്കൂളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും മാംസം കഴിക്കാൻ പാടില്ല, മുട്ട പോലും കഴിക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ സവിശേഷ സാഹചര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ ബന്ധപ്പെട്ട് ഞാൻ സംഭാഷണം അവസാനിപ്പിക്കാം. കേരളത്തിൽ പോലും ഒരു പുരോഗമനപരമായ ഒരു മീറ്റിംഗ് ആണ് കൂടുന്നതെങ്കിൽ ഇറച്ചിയും മീനുമുള്ളൊരു സദ്യ ഉണ്ടാവുമോ? ഇല്ല. പേടിയാ. നമുക്കത് ചെയ്യാൻ കഴിയില്ല. ഇറച്ചി വിളമ്പണമെങ്കിൽ നമ്മൾ കിടുകിടാ വിറയ്ക്കും. കാരണം എന്താണ്? ഈ വെജിറ്റേറിയൻ ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ അത്രയേറെ ആഴത്തിൽ വേരുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ വെജിറ്റേറിയനിസത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് മറുവഴി ജാതി എന്നാണ്. മറുവഴി ജാതി. കാരണം ഭക്ഷണത്തെ സാത്വികം, രാജസികം, താമസികം എന്ന് മൂന്നായിട്ട് ഭഗവത്ഗീത തരംതിരിക്കുന്നുണ്ട്. സാത്വികം, രാജസികം, താമസികം. യഥാർത്ഥത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സാംഖ്യശാസ്ത്രത്തിലെ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണത്തെയും സാത്വികം, രാജസികം, താമസികം എന്ന് മൂന്നായി തരംതിരിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൻ്റെ അഗ്രഗാമിയായ നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യ ചിന്തകനും കേരളത്തിൻ്റെ മഹാവെളിച്ചവുമായ ആചാര്യൻ നാരായണ ഗുരുസ്വാമികൾ ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സംവാദം നടന്നു. സംവാദം ഇതായിരുന്നു: ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം ത്രിഗുണങ്ങളാണ് എന്ന് ഗാന്ധി പറയുന്നു. അത് ശരിയാണോ എന്ന് ഗുരുവിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഗുരു പറയുന്നുണ്ട്, സാത്വികം, രാജസികം, താമസികം എന്ന് പറയുന്ന ഗുണങ്ങളിൽ സ്ഥായിയായി ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഈ ത്രിഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തെയും മനുഷ്യരെയും തരംതിരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് നാരായണ ഗുരുസ്വാമികൾ വളരെ വ്യക്തമാക്കിയത്. പിന്നെന്തിനാണ് ഭക്ഷണത്തെ സാത്വികം, രാജസികം, താമസികം എന്ന് മൂന്നായി തരംതിരിച്ചത്? ഒരേ ഒരു കാരണമേ ഉള്ളൂ. അങ്ങനെ തരംതിരിച്ചാൽ ആ തരംതിരിവിന്റെ അടിസ്ഥാനത്തിൽ മാംസം കഴിക്കുന്ന മനുഷ്യരെ എന്താക്കി മാറ്റാം? അശുദ്ധരായി, അസ്പൃശ്യരായി, തൊട്ടുകൂടാത്തവരായി, തീണ്ടിക്കൂടാത്തവരായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാത്വികം, രാജസികം, താമസികം എന്ന് പറഞ്ഞ ഭക്ഷണക്രമത്തിന് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയില്ല. നോക്കൂ, എന്തിനാണ് ഇന്ന് ബംഗാളിൽ ഈ മുട്ട നിരോധിക്കുന്നത്? മുട്ട നിരോധനത്തിന്റെ പേരിൽ അതുപോലെ ബീഫ് നിരോധനത്തിന്റെ ഒക്കെ അർത്ഥം ഒന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും, കേരളത്തിലെ ചില സാഹചര്യങ്ങൾ കണ്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ ദളിതരെയും നമ്മൾ അളക്കാൻ പാടില്ല. അപ്പം വളരെ എളുപ്പം ലഭ്യമാകുന്ന പ്രോട്ടീന്റെ സ്രോതസ് എന്താണ്? അത് മുട്ടയും ഇറച്ചിയും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയത്തിന് യാതൊരു അവകാശവുമില്ല. അരുന്ധതി റോയുടെ അത്യാനന്ദത്തിന്റെ ദൈവവൃത്തി എന്ന് പറയുന്ന മനോഹരമായൊരു നോവലുണ്ട്. ആ നോവലിൽ ദയാനന്ദ് എന്ന് പറഞ്ഞ മുൻപ് പേരുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് സദ്ദാം ഹുസൈൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് രൂപം മാറിയതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അരുന്ധതി റോയ് എഴുതുന്നുണ്ട്. അരുന്ധതി റോയ് പറയുന്നത്, ഈ സദ്ദാം അദ്ദേഹത്തിന് ദയാനന്ദ് എന്ന് പറയുന്ന പേരുണ്ടായിരുന്ന പൂർവ്വകാലത്ത് ഗ്രാമത്തിൽ ഒരു പശു ചത്തുപോയി. അതിന്റെ ശവം എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ പോലീസുകാരൻ ഇവരുടെ വണ്ടി തടഞ്ഞു. അവരുടെ വണ്ടി തടയുകയും പശുവിനെ കൊന്നു എന്ന് പറഞ്ഞ പേരിൽ കേസെടുക്കുകയും ജയിലിലടയ്ക്കുകയും ഇദ്ദേഹത്തെ ജയിലിലടച്ചു എന്നുള്ള വാർത്ത
സംഘികളെ വിളിച്ചറിയിക്കുകയും സംഘികൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ പ്രതിയാക്കപ്പെട്ട മനുഷ്യനെ ഇറക്കിക്കൊണ്ടുപോയി തല്ലിക്കൊന്ന ഒരു രംഗമാണ് അരുന്ധതി റോയി അവരുടെ അത്യാനന്ദത്തിന്റെ ദൈവവൃത്തി എന്ന് പറയുന്ന നോവലിന്റെ ഒരു ഭാഗത്ത് ആവിഷ്കരിക്കുന്നത്. ഇത് നോവലിലെ കഥ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു സമൂർത്തമായ സാഹചര്യമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിലെ 4-ാം ഭാഗത്ത് വളരെ വിപുലമായ ആൾക്കൂട്ട കൊലകളെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പൊ പശു എന്ന് പറയുന്നത് കുഞ്ഞാമ്മ മാഷ് സൂചിപ്പിച്ചു ഒരു സാധു മൃഗം, പക്ഷെ ഇന്നത് സാധു മൃഗമല്ല, ഒരു ക്രൂര മൃഗമായി നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഒരു പശു ഒരു സംഗിണിയെ കുത്തി അവർ പരിക്കേറ്റ് ആശുപത്രിയിലായി എന്ന വാർത്ത വന്നു. സത്യത്തിൽ പശു കുത്തിയാൽ അത് വലിയ സൗഭാഗ്യമായിട്ട് കരുതുക വേണ്ടത്. ആശുപത്രിയിൽ പോകാതെ ഗോമൂത്രവും ചാണകവും കുടിച്ച് വീട്ടിൽ ഇരിക്കേണ്ട സ്ത്രീ എന്തിനാ ആശുപത്രിയിൽ പോയത്? അവർ ആശുപത്രിയിൽ പോകാൻ പാടില്ല. യോഗി ആദിത്യനാഥ് പങ്കെടുത്ത പരിപാടിയിൽ പശു അദ്ദേഹത്തെ കുത്താൻ ഓടിച്ചു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം ഓടാൻ പാടില്ലായിരുന്നു, സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയായിരുന്നു വേണ്ടത്. അങ്ങനെയാണ് പശുഭക്തി പ്രകടിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പശുഭക്തി എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്ന ഒന്നേ അല്ല. വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒരിക്കലും പശുവിനെ ഒരു ദൈവമായി കണ്ടതേയില്ല, കണ്ടിട്ടേ ഇല്ല. പക്ഷേ എപ്പോഴാണ് ഇത് കാണാൻ തുടങ്ങുന്നത്? ഇത് കാളിദാസൻ രഘുവംശം എഴുതുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് CE 4-ാം നൂറ്റാണ്ടിലാണ് പശു ഒരു പ്രധാനപ്പെട്ട ദൈവബിംബമായി മാറിത്തീരുന്നത്. അതിനൊരു പ്രധാന ഉദാഹരണം കാളിദാസന്റെ രഘുവംശത്തിൽ കാണാം. പുത്രനുണ്ടാകാതിരുന്ന ദിലീപൻ പുത്രനുണ്ടാകുന്നതിന് വേണ്ടി പശുവിനൊപ്പം നടക്കുകയും പശുവിന്റെ ചാണകം വാരുകയും പശുവിന്റെ മൂത്രം കുടിക്കുകയും പശു കിടക്കുമ്പോൾ കിടക്കുകയും പശു എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുകയും പശു നടക്കുമ്പോൾ പശുവിന്റെ കൂടെ പശുവിനെ പോലെ നടക്കുകയും ചെയ്യുന്നതിനെ പറ്റി കാളിദാസൻ തന്റെ രഘുവംശത്തിൽ ദിലീപന്റെ പ്രവൃത്തിയെപ്പറ്റി ചിത്രീകരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പശുവിന്റെ ചാണകം ദേഹത്ത് തേൽക്കുന്നു, അത് റേഡിയേഷനെ, മൊബൈലിൽ തേച്ചാൽ റേഡിയേഷനെ തടയുമെന്ന് പറയുന്നു, ക്യാൻസറിന്റെ ഏറ്റവും വലിയ മരുന്നാണെന്ന് പറയുന്നു. മാണ്ഡ്യ IIT-യിലെ പ്രൊഫസർ തന്റെ പിതാവിന് പനി വന്നപ്പോൾ 1 ലിറ്റർ ഗോമൂത്രം കൊടുക്കുന്നു. 650 ഗ്രാം പാരാസെറ്റാമോളിൽ തീരേണ്ട പ്രശ്നത്തിനാണ് 1 ലിറ്റർ ഗോമൂത്രം കുടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ വിചിത്രമായ രീതിയിൽ ആളുകളെ കൊല്ലാനുള്ള ഒരു ഉപകരണമായി പശു മാറിത്തീരുന്ന കാലഘട്ടത്തിൽ അതിനെ വിവരിച്ചറിയുവാനും അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉപകരണമായി ഈ പുസ്തകം മാറിത്തീരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കോളേജുകളിൽ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മളത് ആഴത്തിൽ വേഴിച്ചറിയുവാനും പഠിക്കുവാനും നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ചാണകക്കുഴിയുടെ വലിപ്പം എന്തുമാത്രമാണെന്ന് തിരിച്ചറിയുവാനും കൂടിയുള്ള തിരിച്ചറിവിൻ്റെ ഒരു പാഠപുസ്തകമായി മുനീർ സാറിൻ്റെ ഈ പുസ്തകം മാറിത്തീരുന്നുണ്ട്. ഈ പുസ്തകം ആദ്യത്തെ വായനക്കാരിൽ ഒരാളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത് കമ്പോട് കമ്പ് വായിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഈ പുസ്തകം ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും ആദരവോടുകൂടി കേരളീയ സമൂഹം ഏറ്റവും തിരിച്ചറിവോടുകൂടി ഈ പുസ്തകം വായിക്കാനിടയാവട്ടെ. മലയാളിയുടെ ചിന്താപഥങ്ങളിൽ തിരിച്ചറിവിൻ്റെ പുതിയ വെള്ളി വിളച്ചം നിറയ്ക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയും.